എല്ലാവർക്കും നമസ്കാരം. അതിഭീകരമായ ഒരു കണക്ക് പറയാം. KSRTCയുടെ ആസ്തി 6100 കോടി അങ്ങേയറ്റം. KSRTCയുടെ ബാധ്യത 17,000 കോടി. 6100 കോടി ആസ്തിയുള്ള പ്രസ്ഥാനത്തിൻ്റെ കടബാധ്യത 17,000 കോടി. വിശദമായി പറയാം. KSRTCക്ക് 94 മെയിൻ ബസ് സ്റ്റാൻഡുണ്ട്. KSRTCയുടെ കയ്യിൽ 420 ഏക്കർ സ്ഥലം കേരളത്തിലുണ്ട്. KSRTCക്ക് 500 പാട്ട ബസ്സും 1000 നല്ല ബസ്സുമുണ്ട്. 1000 എണ്ണമൊക്കെ നല്ലത് കാണും, പക്ഷേ 5000 എണ്ണവും പാട്ടയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വേണാട് പോകുന്നത് കണ്ടു. ചാർട്ടേഡ് ട്രിപ്പെന്ന് എഴുതിയിട്ടുണ്ട്. ആരാണ്ട് ബുക്ക് ചെയ്തിട്ട് ചാർട്ടേഡിന് പോവുക. സത്യം പറഞ്ഞാൽ ആ ബസ്സൊക്കെ ബുക്ക് ചെയ്തവനെ 10 വലിച്ചൂരി തല്ലണം. അതിലെത്ര നല്ലതാ ഒരു 15 കൊല്ലം പഴക്കമുള്ള മാരുതി ഒമിനി. വെറുതെ പെയിൻറ്റും ഒക്കെ വാരി തൂത്ത ഒരു വേണാട് ട്രിപ്പിന് പോവുക. ഇത് തീ പിടിക്കുമോ ഓടിയെത്തുമോ എന്നൊക്കെ ദൈവത്തിനറിയാം. ഇതൊക്കെ ബുക്ക് ചെയ്യുന്ന മണ്ട മലയാളി നാട്ടിലുണ്ടല്ലോ എന്ന് ഓർക്കണം. ഇത്രയും നല്ല ടൂറിസ്റ്റ് ബസ്സുകൾ ഇവിടെ ഉള്ളപ്പോൾ ദേശസ്നേഹം മൂക്കുന്നതാണ്. കേട്ടോണം. ഇനി ഈ സ്ഥലത്തിന് ഒരേക്കറിന് ഒരു 10 കോടി വെച്ച് കൂട്ടിയാൽ, ഒരേക്കറിന് 10 കോടി തിരുവനന്തപുരത്തൊക്കെ കാണും. പക്ഷേ ഏറ്റുമാനൂർ സ്റ്റാൻഡിലും ഈരാറ്റുപേട്ട സ്റ്റാൻഡിലും ഒക്കെ 10 കോടി രൂപ ഒരേക്കറിനുണ്ടോ? ആവറേജ് ഈ 420 ഏക്കറിനും 10 കോടി വെച്ച് കൂട്ടിയാൽ 4200 കോടി സ്ഥലമുണ്ട്, വിലയുടെ സ്ഥലമുണ്ട്. 5000 പാട്ട ബസ്സിന്, ഒരു ബസ്സിന് ഒരു 10 ലക്ഷം രൂപ വെച്ച് കൂട്ടിക്കോ, അങ്ങേയറ്റം 500 കോടി. ഈ വേണാടെന്നും മലബാറെന്നും ഒക്കെ പറഞ്ഞു പോകുന്ന പാട്ടയ്ക്ക് ഒന്നും, ഇതിനൊക്കെ 10-15 വർഷം പഴക്കമുള്ളതാണ്. ഇതിനൊന്നും ഒരു 10 ലക്ഷം രൂപ പോലും കിട്ടുകയില്ല കൊടുത്താൽ. ഞാൻ ബസ്സിൻ്റെ ഉടമസ്ഥന്മാരോടൊക്കെ പലരോടും ചോദിച്ചു ഇതിനൊക്കെ എന്നാ കിട്ടും. അവർ പറഞ്ഞു പഴയ ബസ്സിനൊന്നും ഒരു മനുഷ്യനും വേണ്ട, പട്ടിക്കുറുക്കനും വേണ്ടെന്നാണ് പറഞ്ഞത്. 500 കോടി കാണും. ഇനിയൊരു 1000ഓളം നല്ല ബസ്സുണ്ട്, അതിനൊരു 40 ലക്ഷം വെച്ച് കൂട്ടിക്കോ, എന്നാലും ഒരു 400 കോടി അതിന് കിട്ടുള്ളൂ. ഇനി കെട്ടിടങ്ങളെല്ലാം കൂടെ, KSRTCയുടെ കെട്ടിടങ്ങളെന്ന് പറഞ്ഞാൽ എന്നാ ഓഞ്ഞ കെട്ടിടങ്ങളാണ്. വേറെ എന്നാത്തിനെല്ലാം കൊള്ളാമോ ഇത്? ചുമ്മാ ഇങ്ങനെ പൊങ്ങി ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്നതെന്നല്ലാതെ ഒരെണ്ണം ചൊവ്വുള്ളതില്ല. ഇങ്ങനത്തെ കെട്ടിടങ്ങളും കരിയോയിൽ പറ്റി കിടക്കുന്ന വർക്ക്ഷോപ്പും ഒക്കെ വല്ല മനുഷ്യനും പറ്റുമോ? ഒടുങ്ങാനായിട്ട് 1000 കോടി അങ്ങ് കൂട്ടിക്കോ. 1000 കോടി കൂട്ടിയാൽ പോലും ഇതെല്ലാം കൂടെ കൂട്ടിയാൽ 4200 അധികം 500 അധികം 400 അധികം 1000 അധികം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 6100 കോടി രൂപയേ ഉള്ളൂ. അതായത് KSRTCയുടെ മുഴുവൻ ആസ്തി എന്ന് പറയുന്നത് 6100 കോടിയാണ്. പക്ഷേ KSRTCയുടെ കടം 17,000 കോടിയാണ്. നമ്മളൊരു 9% പലിശ വെച്ച് കൂട്ടിയാൽ ഈ 17,000 കോടിക്ക് ഒരു വർഷം 1530 കോടി രൂപ പലിശ വരും. എന്ന് പറഞ്ഞാൽ 128 കോടി രൂപ മാസം പലിശയാണ് KSRTCക്ക്. ഇത്രയും ബാധ്യതയ്ക്ക് അത്രയും പലിശയുണ്ട്. ഇനി KSRTCയിൽ എത്ര ജോലിക്കാരുണ്ടെന്ന് ചോദിച്ചാൽ 30,533 മുതൽ 34,000 വരെ ജോലിക്കാരുണ്ടെന്നാണ് പറയുന്നത്. പെൻഷൻകാർ അതികൂടുതലുണ്ട്, 42,000 മുതൽ 43,000 വരെ. എല്ലായിടത്തും പെൻഷൻകാരാണ് കൂടുതൽ. നമ്മുടെ സംസ്ഥാന സർക്കാരിന് 6,40,000 മിച്ച സ്റ്റാഫ് ഉള്ളപ്പോൾ 7 ലക്ഷം അടുത്ത് പെൻഷൻകാരുണ്ട്. 25 വർഷം ജോലി ചെയ്യുന്ന ജോലിക്കാരൻ പെൻഷനായി കഴിഞ്ഞാൽ 40 വർഷം പെൻഷൻ മേടിക്കും. എങ്ങനെയുണ്ട് കളി? അപ്പോൾ ഇത്രയും ബസ് KSRTCക്ക് ഓടുന്നത് 5000 to 6000 ബസ്സാണ് ഓടുന്നതെന്നാണ് പറയുന്നത്. അത്രയും ബസ്സേ KSRTCക്ക് മൊത്തത്തിൽ കേരളം മുഴുവൻ ഓടുന്നുള്ളൂ. ഇത്രയും ബസ് പുറത്ത് കൊടുക്കുകയാണെങ്കിൽ, ശല്യമില്ലാതെ പ്രൈവറ്റ് ബസ്സിന് കൊടുത്താൽ ഏതാണ്ട് 2000-ലധികം കോടി രൂപ സർക്കാരിലേക്ക് ഒരു മുടക്കും ഇല്ലാതെ വരും. പ്രൈവറ്റ് ബസ്സിൻ്റെ ഒരു സീറ്റിന് ഞാൻ മനസ്സിലാക്കുന്നത് 3 മാസത്തേക്ക് 900 രൂപ ടാക്സ് ഉണ്ട്. സാധാരണ പ്രൈവറ്റ് ബസ്സിൽ 50 സീറ്റാണ് ഉള്ളത്. എന്ന് പറഞ്ഞാൽ 3 മാസത്തേക്ക് 1,80,000 രൂപ ഒരു ബസ്സിൽ നിന്ന് ടാക്സ് കിട്ടും. ഒന്നും അറിയണ്ട, ബസ് ചുമ്മാ റോഡിൽ കൂടെ ഓടിയാൽ മതി. 6000 ബസ്സിന് കണക്ക് കൂട്ടിയാൽ ഏതാണ്ട് 108 മുതൽ 120 കോടി രൂപ വരെ ചുമ്മാതെ ടാക്സ് കിട്ടും. KSRTC എന്ന് ഒരു പൈസയും കിട്ടുകയില്ല. ഡീസലിൻ്റെ സെസ്, പിന്നെ ക്യാമറ വെക്കുന്നതിൻ്റെ ചിലവുകൾ, പുക ടെസ്റ്റിങ്, ഇൻഷുറൻസ്,
പെറ്റികൾ, സ്പെയർ പാർട്സിൻ്റെ GST, സർവീസിൻ്റെ GST, ഇൻകം ടാക്സിൻ്റെ GST, ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ ഏതാണ്ട് 2000 മോളിൽ കോടി സർക്കാരിലേക്ക് കിട്ടും. ഒരു വർഷത്തെ കണക്കാണ് പറയുന്നത്, ഒന്നും അറിയാതെ കിട്ടും. ഇനി വരുമാനം എന്ന് പറഞ്ഞാൽ KSRTCയുടെ വരുമാനം ഇപ്പോൾ ഭയങ്കരമായിട്ട് അങ്ങ് കുതിക്കുന്നെന്നാണ് പറയുന്നത്. 6000 ബസ്സിന്, ഏറ്റവും സൂപ്പർ സർവീസ് നടത്തുന്ന ബസ്സിന് പോലും 15,000 രൂപയ്ക്ക് മുകളിൽ ഇല്ലെന്നാണ് പറയപ്പെടുന്നത്. പ്രൈവറ്റ് ബസ്സുകാർക്കൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഒരു ബസ്സിന് ഒരു 15,000 രൂപ വെച്ച് നമ്മൾ ഈ 6000 ബസ്സിൻ്റെ കണക്ക് കൂട്ടുകയാണെങ്കിൽ 9 കോടി രൂപ ഒരു ദിവസം വരുമാനമുണ്ട്. 30 ദിവസവും ഇതുപോലെ വരുമാനം ഉണ്ടെങ്കിൽ 3 9 27 ഒരു 270 കോടി കിട്ടും. നേർപകുതി ഡീസൽ പോവും. 270-ൽ 135 കോടിയും ഡീസൽ പോവും. പിന്നെ 34,000 പേർക്ക് ഈ KSRTCയുടെ ശമ്പളം എന്ന് പറയുന്നത് 30,000 രൂപ മുതൽ 1,05,000 വരെ മേടിക്കുന്ന കുഞ്ഞച്ചന്മാരിനകത്തുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ആവറേജ് 50,000 രൂപ വെച്ച് കൂട്ടിയാൽ പോലും 170 കോടി രൂപ ഒരു മാസം ശമ്പളം വേണം. പെൻഷൻ 43,000 പേർക്ക് ഏറ്റവും തുച്ഛമായത് ഒരു 30,000 വെച്ച് കൂട്ടിയാൽ പോലും 129 കോടി വേണം. കാരണം ഇതിൻ്റെയൊക്കെ മുകളിൽ ഇതിൻ്റെ യഥാർത്ഥ കണക്ക്. ടയർ, സർവീസ്, സ്പെയർ പാർട്സ്, ഡിപ്രിസിയേഷൻ, ഇതെല്ലാം കൂടെ കൂട്ടിയാൽ മാസം ഒരു 150 കോടിയും കൂടെ വേണ്ടി വരും. അതായത് വരവെന്ന് പറയുന്നത് ടോട്ടൽ 270 കോടി, ചെലവെന്ന് പറയുന്നത് 434 കോടി. അതായത് ഒരു മാസം KSRTC ഓടിയാൽ ഇവിടുത്തെ സാധാരണക്കാരൻ്റെ മുതുകത്ത് വരുന്ന നഷ്ടം 164 കോടി രൂപ. ഒരു മാസത്തെ കാര്യമാണ് പറയുന്നത്. 164 കോടി പ്ലസ് ഈ 17,000 കോടിയുടെ പലിശ ഒരു 128 കോടിയും കൂടെ വരും. എന്ന് പറഞ്ഞാൽ ഒരു മാസം KSRTC ഓടുമ്പം മലയാളികൾക്ക് 3.5 കോടിക്കും കൂടെ ഉള്ള നഷ്ടം എന്ന് പറയുന്നത് 292 കോടി. ഇതിനെ 12 മാസത്തെ കണക്കെടുത്ത് കൂട്ടി നോക്കുമ്പം KSRTC കേരളത്തിൽ ഓടുന്നത് കൊണ്ട് കേരളത്തിലെ മലയാളിയുടെ ഒരു വർഷത്തെ നഷ്ടം 3,504 കോടി. അതേസമയത്ത് ഈ KSRTC ഓടുന്നില്ല, ഇത് പ്രൈവറ്റിന് അങ്ങോട്ട് വിട്ടുകൊടുത്താൽ 2,000-ലധികം കോടി പ്രത്യക്ഷമായിട്ട് ഗവൺമെൻറ്റിലേക്ക് വരും. യഥാർത്ഥ കണക്കുകൾ ഇതിലും ഒക്കെ ഭീകരമാണ്. ഇതിലും ഭീകരമായ യഥാർത്ഥ കണക്കുകൾ. കാരണം നമുക്കിതിൻ്റെ അകത്തെ കാര്യങ്ങളൊന്നും അറിയാൻ മേല. 140 MLA-മാർ അവിടെ ഉണ്ടെങ്കിലും അവരെല്ലാം ഒറ്റ കയ്യാണ്. അവരൊന്നും ജനത്തിൻ്റെ ഭാഗത്തുള്ളവരല്ല. അവരൊന്നും ഇത് ചോദിക്കുന്നില്ല. അവരിൽ ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ 17,000 കോടി കടവുള്ള ഈ പ്രസ്ഥാനം, 6,100 കോടി ആസ്തിയുള്ള ഈ പ്രസ്ഥാനം എന്തിന് നിലനിർത്തുന്നു എന്ന് കേരളത്തിലെ ഭരണപക്ഷത്തിലോ പ്രതിപക്ഷത്തിലോ ഉള്ള 140 പേരിൽ ഒരു മനുഷ്യനെങ്കിലും ചോദിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കാരണം അവർക്ക് ചോദിക്കേണ്ട കാര്യമില്ല. അവർ 140 ഒന്നാണ്. അതാണ് എൻ്റെ സംഭവം. ഞാൻ മലയാളിയോട് ചോദിക്കട്ടെ, 6,100 കോടി ആസ്തിയും 17,000 കോടി കടവുമുള്ള ഒരു വർഷം 3,504 കോടി ആവറേജ് മലയാളികളിലേക്ക് വെച്ച് കൊടുക്കുന്ന ഈ വെള്ളാന നമുക്ക് വേണോ? ഈ വെള്ളാനയെ നിലനിർത്തുന്നത് കൊണ്ട് ആർക്ക് ഗുണം? വെള്ളാനയ്ക്ക് ഒരു മന്ത്രി ഉണ്ടെന്ന് പറയുന്നതാണോ നമുക്കിതിനകത്തുള്ള ഗുണം? അതോ വെള്ളാനയ്ക്ക് കുറേ പുതിയ ബസ്സുകൾ വന്നെന്ന് പറയുന്നതാണോ ഗുണം? അതോ വെള്ളാനയ്ക്ക് വേണ്ടി ബൊലീറോകൾ കൊണ്ടയിടുമ്പോൾ അതിൻ്റെ പരസ്യത്തിനകത്തുനിന്ന് നമ്മുടെ മന്ത്രി പിണങ്ങി ഇറങ്ങിപ്പോകുന്നെന്ന് പറയുന്നതാണോ ഗുണം? ഈ വെള്ളാനെ കൊണ്ട് നമുക്കെന്ത് ഗുണം? ഇതാർക്കു വേണ്ടി ഈ വെള്ളാനയെ നിലനിർത്തണം? ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ? പൊതുജനത്തിൻ്റെ പണമല്ലേ ഇത്? ഇതെന്തുകൊണ്ട് ഇവിടുത്തെ പൊതുജനങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല? ജനാധിപത്യ രാജ്യത്ത് ഇതെല്ലാം പൊതുജനത്തിൻ്റെ പണമാണെങ്കിൽ ഇത് പൊതുജനം അറിയുകയും ചോദ്യം ചെയ്യുകയും ചെയ്യേണ്ടതല്ലേ? മലയാളികളോട് ചോദിക്കട്ടെ, നിങ്ങൾക്കിതൊന്നും അറിയണ്ടേ? നിങ്ങളല്ല ഇത് അറിയേണ്ടത്. നിങ്ങൾ എന്തുകൊണ്ട് ഇത് ചോദിക്കുന്നില്ല? വർഷം 3,504 കോടി രൂപയിലധികം നഷ്ടം വരുന്ന ഈ പ്രസ്ഥാനം മുന്നോട്ട് നമുക്ക് കൊണ്ടു നടക്കണോ? നമ്മുടെ പണമാ. അരി മേടിക്കുമ്പോഴും പച്ചക്കറി മേടിക്കുമ്പോഴും
ഉടക്കമീനും പച്ചമീനും ഉൾപ്പെടെ ഏറ്റവും ചെറിയ സാധനങ്ങൾ മേടിക്കുമ്പോൾ കിട്ടുന്നതിനകത്തുനിന്ന് ഒരു വീതം എടുത്തിട്ടാ ഇത് നിലനിർത്തുന്നത്. ഇങ്ങനെ നിലനിർത്താൻ പറ്റില്ല. ഇത് മുന്നോട്ട് ചോദ്യം ചെയ്യണം. 6100 കോടി ആസ്തി ഉള്ള പ്രസ്ഥാനം ഇങ്ങനെ കൊണ്ടുപോയി 3504 കോടി നഷ്ടത്തിൽ കൊണ്ടുപോകുന്നതിലും ഇത് പ്രൈവറ്റൈസ് ചെയ്താൽ ഇത് ചുരുക്ക സമയം കൊണ്ട് ഇത് തിരികെ പിടിച്ചെടുക്കാൻ പറ്റും. ഇത് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞ് ഇതിനനുസരിച്ച് ചിന്തിച്ച് ഇതിനെക്കുറിച്ച് പഠിച്ചിത് ചോദിക്കേണ്ടവരോട് ചോദിച്ചും ചോദിക്കേണ്ടതുപോലെ ചോദിച്ചും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ ഇതുപോലെ 4 വഴിക്കും പോയി അവസാനം നമ്മുടെ തലമുറയ്ക്ക്, നമ്മുടെ അടുത്ത ജനറേഷനിൽപ്പെട്ട കുട്ടികൾക്ക്, തലമുറകൾക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ മേലാത്തത് അങ്ങേയറ്റ സാഹചര്യം ഇവിടെ ഉണ്ടായി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വളരെ വേദനയോടെ ഈ വിവരം നിങ്ങളെ അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.